പിന്നെ ആരും ഒരാൾ പറഞ്ഞു നോറയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കൂടെ നന്ദനി ഉണ്ടാവും എന്ന് പറഞ്ഞു. സായിനെ പറഞ്ഞു. അല്ലാത്തവർ നിങ്ങൾ കമൻറ്റ് കേട്ടോ, സായിനെ നന്ദനി ഉണ്ടാവും. അപ്പം മറ്റേ ജാസ്മിനും പറഞ്ഞു എന്നാൽ ഗബ്രി ഉണ്ടാവും കൂടെ. ഇത് ജാസ്മിൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടാട്ടോ. പക്ഷെ മിക്കവാറും ചിലപ്പോൾ നോറ സീക്രട്ട് റൂമിലാണെങ്കിൽ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അല്ല കേട്ടോ, അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ജാസ്മിൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോറ, നീ സീക്രട്ട് റൂമിൽ പോയിരുന്നപ്പോൾ നമ്മുടെ ഗബ്രിയെ കണ്ടായിരുന്നോ? നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് സൺഡേ ലാലേട്ടം വന്നിട്ട് ഒരു ഉപകാരം ഇല്ലാത്തൊരു എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉപകാരം ഇല്ലാത്തൊരു വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു പിന്നെ നമിക്കലുണ്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ മനുഷ്യന്മാരെ സമയം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡയറക്ടറും ഇവർ എവിടെയാണുള്ളതെന്നൊന്ന് തേടി കണ്ടുപിടിച്ചൊന്ന് മുന്നിൽ കൊണ്ടുവന്ന തിരക്കിടില്ലായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ വിധുവിന് അത്ര ഹെൽത്ത് ശരിയല്ലാത്തത് കൊണ്ട് എന്നെ നോക്കിയിട്ട് ഒരു പ്രത്യേക നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ എൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവളോടെ ഉണ്ട് കേട്ടോ, അവള് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഞാൻ വെച്ചാൽ നോറ എവിക്റ്റ് ആയ എപ്പിസോഡ് ഉണ്ടല്ലോ, നോറ എവിക്റ്റ് ആയല്ലോ, ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മറ്റേ അയ്യപ്പ പൊയിലോ പറഞ്ഞ പടം ഉണ്ടല്ലോ, ആ സിനിമ ഉണ്ടല്ലോ, അയ്യപ്പ കൊയിലോ എന്ന് പറഞ്ഞ സിനിമയില്ലേ, മറ്റേ ഇയാളുടെ കുഞ്ചാക്കോവൻ്റെ, അതിൽ ഒരു ചെറിയ റോളിൽ മിഥുൻ രമേശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിന് നോക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്തിനാണ് നോറേനെ, എന്തിനായിരുന്നു ഈ നാടകം ഉണ്ണീന്ന് വെച്ചാൽ, എന്തിനായിരുന്നു എന്നുള്ളത് പറയാം. അതൊക്കെയാണ് ഇന്നത്തെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് കംപ്ലീറ്റഡ് എപ്പിസോഡ്സ് ആയ കാര്യങ്ങളൊന്നും ഇത് പറയാനില്ലല്ലോ. വളരെ ബോറിങ് എപ്പിസോഡായിരുന്നു, അറുബോറൻ എപ്പിസോഡായിരുന്നു എനിക്ക് തോന്നുന്നത്. അതായത് ഒരു സ്റ്റാർ മാജിക് അല്ലെങ്കിൽ ഓണത്തിന് കുറച്ച് സീരിയൽ നടന്മാരും എല്ലാവരും കൂടി വന്നിരുന്നിട്ട് കുറേ ചർച്ചകളൊക്കെ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ പറഞ്ഞു. പിന്നെ അന്തിക്ക് കുന്തി ദേവി കിണ്ടിയും പിന്നെ അച്ഛൻ തച്ച സഞ്ചിയും, അതായത് നമ്മൾ ഇന്ന് കുറേ തറവാട്ടിൽ കുറേ കുടുംബാംഗങ്ങളൊക്കെ കൂടുന്ന സമയത്ത് സന്തോഷമായിട്ട് ഓണത്തിനൊക്കെ വന്നിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിരുന്നിട്ട് എല്ലാവരും ഏമ്പൊക്കെ മുട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു നടുത്തളത്തിലൊക്കെ ഇരുന്ന് കളിക്കുന്ന കളിയില്ലേ, ആ കളി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് രസം ആ കളിയൊക്കെ കാണണമെങ്കിൽ വേറെ വല്ല പരിപാടിയും വെക്കാൻ തന്നെ. ബിഗ് ബോസ് കാണാൻ എനിക്കറിയില്ല, എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുപോട്ടെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ലോ, നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. ഓക്കെ, അത്യാവശ്യം കുറച്ച് ബോറായിരുന്നു. ആകെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നത് എവിക്ഷനാണ്. പക്ഷേ ഓൾറെഡി ഒരുപാട് പേരുടെ പ്രൊഡിക്ഷൻസ് വന്നതുകൊണ്ട് നോറ അവിടെ എവിക്റ്റ് ആവുന്നില്ല എന്നുള്ള കാര്യം ഒരുവിധം പ്രൊഡിക്ഷൻസൊക്കെ വന്നിരുന്നു. നോറ സീക്രട്ട് റൂമിലേക്ക് വരണം. പക്ഷേ സീക്രട്ട് റൂം അല്ല സംഗതി, ഇപ്പോൾ ലൈവിൽ നോറ തിരിച്ചെത്തിട്ടോ. ഞാൻ അതും കൂടി പറയാം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ നോറ ഉള്ളിലാണ് പറഞ്ഞിട്ട് ഇവിടെ കളി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, ഈ വീഡിയോ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തു. നാളെ രാവിലത്തേക്ക് അതെ, ഒരു 11:15 കൂടി നോറ തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. അപ്പോൾ വിക്ഷനിലേക്ക് വരുമ്പോൾ സമയത്ത് ഫൈനലായിട്ട് നോറേനെ സേവ് ചെയ്തു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. കാരണം വെച്ചാൽ ഒരാളെ ഈ പ്രാവശ്യം എവിക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ വോട്ടിംഗ് അങ്ങനെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വോട്ടിങ്ങിൽ നോറയെ വരുത്തുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഗെയിമിൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ, എന്താണ് ഈ പരിപാടിയിൽ നിയന്ത്രിക്കാൻ കമ്മിറ്റിക്ക് അന്തിമ തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞ മാതിരി ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഇതുപോലെ എന്താ പറയാ നോറനെ എവിക്റ്റ് ചെയ്യാറില്ല. ഇത് ആവില്ല കാണാണ്ട് പറയുമ്പോ എന്താ വെച്ചാൽ ചിലപ്പോ നോറയ്ക്ക് വോട്ട് കുറവായിരിക്കും. കേട്ടോ, ഞാൻ ചുണ്ടാനൊക്കെ വേണമെങ്കിൽ നോറയ്ക്ക് വോട്ട് കുറവായിരിക്കും. തിരിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. ഇന്ന് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലേ? മേക്കപ്പ് ഒന്നും ഇല്ല, അവള് മേക്കപ്പ് ഇടാറില്ല, അവളൊന്നും ഇട്ടിട്ടില്ല. അതല്ല ഒന്നും ഇട്ടില്ല, മേക്കപ്പ് ഇട്ടിട്ടില്ല. അതുകൊട്ടെ കട്ടുകളില്ല. പറയാം എൻ്റെ വിലയേറിയ സംസാരം. മറ്റേ ഇതൊരു സ്ത്രീ ശബ്ദം പോലെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക, ഞാനിങ്ങനെ ഇരിക്കുക ഒരു സ്ത്രീ ശബ്ദം കേൾക്കുമ്പോൾ ഇത് എന്ത് ചാനലാണെന്ന് ആൾക്കാർ മനസ്സിലാക്കില്ലേ? സ്ഥിരം പ്രേക്ഷകർക്കല്ലേ ഇതൊക്കെ കാര്യങ്ങളറിയുമ്പോൾ വിധു എന്ന് പറഞ്ഞിട്ടുള്ള സുന്ദരിയായ കണ്ണുകളുള്ള ഒരു പ്രതിഭാസം എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കമൻസ് ആണ്. വിധു ഞാനല്ല കമൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭയങ്കര ഫാൻസൊക്കെ കൂടിയിട്ട് പോരുത് അവൾ ഓടിപ്പോകാറുണ്ട്. പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറയൂ. വിധു പറയും എന്തായിരുന്നു ആ കാര്യം എന്താ? സമയം കളയിലേക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് നോറയ്ക്കായിരുന്നു വോട്ട് കുറവ് ആയിരിക്കും. പക്ഷെ നോറേനെക്കാട്ടിലും അവിടെ നിക്കാൻ കുട്ടിയുടെ പറയണ ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെയോ ആക്കി പറയണോണ്ട് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ നോറേനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയാ, അവിടെ നോറേനെക്കാട്ടിലും പോവാൻ യോഗ്യത ഉള്ളവർ അവിടെ വേറെ ഉണ്ട്. നോറ എന്ന് പറഞ്ഞ ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ്, ശരിക്കും കളിക്കുന്ന ആളാണ്. അപ്പൊ ഈ സായി, അത് പേരെന്നെ പറയാം, സായി ശ്രീതു ഒക്കെ നിൽക്കുമ്പോ നോറേനെ പറഞ്ഞേക്കണ്ട വെച്ചിട്ടായിരിക്കും ചിലപ്പോ. വളരെ മോശം ഗെയിമർ അല്ല, അൻസിബേനെ പിന്നെ അന്നേക്ക് അറിയില്ല. അത് കളി ഇതും കളി, എന്റെ ഭാഷ പറഞ്ഞ ഇതും കളി.
അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇത്രേ പറയുള്ളൂ, നോറയ്ക്ക് ഇന്ന് വോട്ട് കുറവാണ്, അപ്പോൾ നോറേനെ എവിക്റ്റ് ചെയ്യണം. പക്ഷേ ബിഗ് ബോസ് പുതിയൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു. ഇനി അതും അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ബോറായിട്ടുള്ളൊരു എപ്പിസോഡിൽ 10-24,000 ആൾക്കാരെ ലൈവിൽ പിടിച്ചിരുത്താനും, അതായത് ഈ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് 24,000 ആൾക്കാരെ ലൈവിൽ പിടിച്ചിരുത്താനും എപ്പിസോഡിന് മുന്നിൽ കുറച്ച് ആൾക്കാർ പിടിച്ചിരുത്തിയിട്ട് എന്തെങ്കിലും ഒരു ഇതിൽ നീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോണ്ടന്റ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേഷനാണ് ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററേയും ഡയറക്ടറേയും ഭാഗത്ത് നിന്ന് നടന്നു എന്നാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാണ്ട് വേറൊരു സംഗതി അവിടെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പിസോഡ് കണ്ടവർക്കറിയാം, നോറ അവിടെ പോയിരുന്നു. എന്താ ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഇരിക്കാണ്ടപ്പോൾ ഇനി പൈലറ്റൊക്കെ ആയിട്ട് വല്ല കോക്പിറ്റിലൊക്കെ ഇരിക്കുന്ന ഗമേലാണ് 37 ഇരുന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. എന്താ ഇവിടുന്ന് എവിക്റ്റായി എന്ന് പറഞ്ഞ സമയത്ത് മുഖഭാവമൊക്കെ ഇങ്ങോട്ട് മാറി, ആ ടിപ്പിക്കൽ നോറയുടെ മുഖഭാവം കാര്യങ്ങളൊക്കെ വന്ന് അതിന്ന് ആരോടും അങ്ങനെ അല്ലേ ഒരു സംസാരിച്ചിട്ട് ഒരു ഇതാക്കി പറഞ്ഞു പോവാതെ ടിപ്പിക്കൽ നോറ സ്റ്റൈലിൽ തന്നെ നോറ അറിയില്ല. സായി വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിടത്തോളം ഏകദേശം ചങ്ങയിലെ കഥ പോയിക്കുന്നു. സായി പറയണേ ഓക്കെ ഇത് എനിക്ക് പിന്നെ കുറച്ചും കൂടി കാര്യം പറയണമെന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം. അവിടെ ചെങ്ങയുള്ള കാര്യം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞ് എന്തോ ഇതിൽ പറയാം, ഇതിന് വേറെ എന്ത് പറയാനാ പോട്ടെ. അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ നോറ പോയി അവിടെ സീറ്റിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്തോ വലിയ കുട്ടി ടിഫിനിൽ ഇത്ര പോകുന്ന ടിഫിൻ ബോക്സിൽ കുറേ ഭക്ഷണമൊക്കെ കുറേ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് എന്തോ വലിയ ആളായിട്ട് നോറ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ നോറ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് ദിവസം അവിടെ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ നോറേനെ ഉടനെ തന്നെ പുറത്തേക്ക് വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള എപ്പിസോഡിൽ കാണാതെ ലൈവിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. അവിടെ കാര്യമായ ഡിസ്കഷൻ നോറയുടെ അഭാവത്തിൽ നടന്നിട്ടുള്ള പണപ്പെട്ടി സംഭവമാട്ടോ. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിക്കാം ഭയങ്കര വമ്പൻ ട്വിസ്റ്റ് പേര് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോറേനെ വിട്ടുന്നുള്ളത്. അവിടെ ചർച്ച ചെയ്യാൻ വലിയ ബുദ്ധിമാന്മാരും ഇല്ല, അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഈ ട്വിസ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് പുറത്തിറങ്ങാൻ കഴിവ് നോറയ്ക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇത്ര വലിയൊരു സംഗതി നേരില്ല. നോറേനെ കുറച്ച് ദിവസം കുറച്ച് നേരം മാറ്റി നിർത്തിയിട്ട് ഒരു സിമ്പിൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഇൻഡ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. അതന്നെ സംഭവിച്ചു. നോറ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇവർ പണപ്പെട്ടി ടാസ്കിൻ്റെ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായി. ഇത് ലൈവിലാണ് കേട്ടോ. പണപ്പെട്ടി ടാസ്കല്ല, പണപ്പെട്ടിനെ കുറിച്ച് കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായി. അപ്പോൾ അതിന്ന് ഈ ഫസ്റ്റ് സായിയും പിന്നെ ഇവനും എന്താ പറയുക അഭിഷേകം കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. സായിക്ക് എന്താ വെച്ചാൽ ഈ പണപ്പെട്ടി സായി പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ സായി ആ പണപ്പെട്ടി എടുത്തിട്ട് നന്ദനയ്ക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ നന്ദനയുടെ പണപ്പെട്ടി അത് ഒരു എനിക്ക് നല്ലൊരു ശതമാനം തോന്നുന്നുണ്ട് കേട്ടോ. വിച്ച് ഇസ് വെരി ഗുഡ്. ഇറ്റ്സ് അപ് ടു ഹിം ടു ഡു വാട്ട് എവർ ഹി വാണ്ട്സ്. അപ്പോൾ അതുപോലെ ആരിപ്പോൾ പണപ്പെട്ടി എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇന്ന് വലിയൊരു ട്വിസ്റ്റ് വരുമ്പോൾ സംസാരിച്ച സമയത്ത് ലൈവ് കണ്ടവർക്ക് ട്വിസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവരും പണപ്പെട്ടിയിൽ എയിം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഋഷി ഒരു വന്ന് സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഈ സായി അവിടെ ഇവർ ബോളൊക്കെ എടുത്തിട്ട്, അതായത് ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ബ്ലൈൻഡ്സ് ഇടുന്നതിന് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ മറ്റേ ക്യാച്ച് ദ ബോളോ ക്യാച്ചോ എന്തോ ഒരു സാധനം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളി നടക്കുന്നതിൻ്റെ ഇടയിലാണ് സായി കളിക്കുന്നില്ല, അഭിഷേകം കളിക്കുന്നില്ല. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയുകയാണ് പണപ്പെട്ടിയുടെ ഡിസ്കഷൻ. ആ ഡിസ്കഷനിലാണ് ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടില്ല. എന്തോ സീക്രട്ടായി പറഞ്ഞാൽ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിവൈൻഡ് ചെയ്ത് കേട്ടു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായിച്ചാൽ കമൻറ്റ് ചെയ്യുക. കാരണം അത്രയും ഭയങ്കര കോഡ് ഭാഷ ഉപയോഗിച്ചിട്ടാണ് സായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തോ ഒരു വമ്പൻ തീരുമാനമാണ്, മണ്ടൻ തീരുമാനമാണോ എന്നുള്ളതിൽ ഋഷിനെ പറ്റിയാണ് അറിയില്ല. അതേപ്പറ്റി പറഞ്ഞില്ല. എന്താണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ ശേഷം ഋഷി ക്ഷീണിച്ചിട്ട് കളിക്കാൻ വന്നിരുന്നതിന് ശേഷം അഭിഷേക് പറഞ്ഞിട്ടുള്ളൊരു വലിയ ഡയലോഗ് അവിടെ ഉണ്ട്. അഭിഷേക് പറഞ്ഞതെന്ന് വെച്ചാൽ സായിക്ക് പേടി കുടുങ്ങിയിരിക്കുന്നു ഋഷിയോട് പറഞ്ഞു. യെസ്, അതൊരു പക്ഷേ ചിലപ്പോൾ ഗെയിമിൻ്റെ ഇതിലാണെന്ന് തോന്നില്ല, ഗെയിമിൻ്റെ ഇതിലാണെന്നുള്ള അറിയില്ല, അതോ പണപ്പെട്ടിയുടെ സിറ്റുവേഷൻ ആണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ പഴയ സിറ്റുവേഷൻ. അപ്പോൾ ഋഷി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്കിത് ഡിസ്കസ് ചെയ്യേണ്ട, കൂടുതൽ എക്സ്പോഷർ കൊടുക്കണ്ട, കൂടുതൽ പബ്ലിസിറ്റി പോലെ കൊടുക്കണ്ട, ക്യാമറ സ്പേസ് കൊടുക്കണ്ട, എന്തോ ഒരു സംഗതി പറഞ്ഞു. ഇങ്ങനെ കൊടുക്കണ്ടെന്ന് ഋഷി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഋഷി പറഞ്ഞ സമയത്ത് ഋഷി പറഞ്ഞു പഴയ സിറ്റുവേഷൻ ആകെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കണം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കാര്യമായിട്ട് തലാട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ പഴയ സിറ്റുവേഷൻ അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. പണപ്പെട്ടിയുടെ സിറ്റുവേഷൻ എല്ലാവർക്കും എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആൾക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞു, ഓരോരുത്തർ പേരുകൾ പറഞ്ഞിട്ട് അവരൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഡിസ്കഷൻ അവിടെ നടന്നു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നോറ എന്ന സുന്ദരിയുടെ വരവ് ഒരു യക്ഷിയായിട്ടാണ് വരുത്തിയത്. അപ്പോൾ ആ മുടിയൊക്കെ മുടി കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലായി. സംഗതി ഇവരെല്ലാവരും ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സോസിസ്റ്റ്, അതേമാതിരി ഈവിൾ ഡെഡ്, എന്താ നണ്ണല്ല, എന്താ സിനിമ ഉണ്ടല്ലോ മറ്റേ ചങ്ങായിൻ്റെ കോൺജറിങ്, ഇതിനൊക്കെ വെല്ലുന്ന രീതിയിലുള്ള നമ്മുടെ മലയാളികൾക്ക് എന്ത് കേട്ടാലും എന്നും പേടി തോന്നുന്ന ആകാശഗംഗത്തെ മറ്റേ മ്യൂസിക്കാണ് കേട്ടു. ഈ മ്യൂസിക് അതായത് മറ്റേ പുതുമഴയായി വന്നു എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും തോന്നില്ല. പക്ഷെ അതിനുള്ളിൽ
അഭിനയ സിംഗങ്ങളായിട്ടുള്ള ജാസ്മിനും ശ്രീതുവും ഭയങ്കരമായിട്ട് അലറി പേടിച്ച് കരഞ്ഞ് അർജുനെ ഒട്ടാൻ ജാസ്മിൻ പോകുന്നുണ്ടോ ഇപ്പൊ നമ്മളിവിടെ വിടുന്നുണ്ട് പുറത്തുനിന്ന് പുതുമഴയായി എന്നിട്ട് ആ പാട്ട് കേട്ട് എനിക്ക് പേടിക്കോ എനിക്ക് എന്ത് ഓടി വരുന്നു ഇത് വേറെ ഓടി വരുന്ന ഉദ്ദേശം എന്തിനു ഓടി വരുന്നു ഇത് പുതുമഴയായി വന്നു എന്നുള്ള പാട്ട് കേട്ട് എന്തിനു ഓടി വരുന്നത് ആകാശം ഇതാ കാറ്റഗറിയാണ് എന്തിനാ ജാസ്മിനെ കുറ്റം പറയുന്നത് പ്രൂവ് ചെയ്യാൻ ഒരു കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ജാസ്മിൻ ഓടിക്കറി അർജുൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ അവിടെയാണ് വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ശ്രീതു അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇടയിൽ കയറിയിരുന്നു. അത് എത്ര പേര് ശ്രദ്ധിച്ചവർ ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ ശേഷം ഇവർ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ സായിനെ ആരും ഒരാൾ പറഞ്ഞു നോറയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കൂടെ നന്ദനി ഉണ്ടാവും എന്ന് പറഞ്ഞു. സായിനെ പറഞ്ഞു, അല്ലാത്തവർ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. സായിനെ നന്ദനി ഉണ്ടാവും. അപ്പോൾ മറ്റേ ജാസ്മിനും പറഞ്ഞു എന്നാൽ ഗബ്രി ഉണ്ടാവും കൂടെ. ഇത് ജാസ്മിൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. പക്ഷെ മിക്കവാറും ചിലപ്പോൾ നോറ സീക്രട്ട് റൂമിലാണെങ്കിൽ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ അല്ല കേട്ടോ, അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ജാസ്മിൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോറ, നീ സീക്രട്ട് റൂമിൽ പോയിരുന്നപ്പോൾ നമ്മുടെ ഗബ്രിയെ കണ്ടായിരുന്നോ, അവൻ വരുവാനുള്ള വല്ല ചാൻസും ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നോറ വരുമ്പോൾ സായിയുടെ നന്ദനിയും കൂടി വരാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നോറ ഒറ്റയ്ക്ക് അവിടെ വെള്ളസാരി കൊടുത്തിട്ട് ഒരു മൂലക്കിൽ പോയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ ലൈവിൽ അപ്ഡേറ്റ് ആണ് കേട്ടോ. അവിടെ മൂലയിൽ പോയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. ഇതോടുകൂടി ഞാൻ എൻ്റെ ലൈവ് അവസാനിപ്പിച്ച് നമ്മളെ വീഡിയോയിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സീരിയസ്ലി വീക്കെൻഡ് ഡയറക്ടേഴ്സ് ഏത് വെളിവില്ലാത്തവനാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ പറയണം. കാരണം അറുബോറൻ സീസണാണ്, അറുബോറൻ എപ്പിസോഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ നിങ്ങൾ എന്നെ സമ്മതിക്കണം. കാരണം വെച്ചാൽ ഇത്രയും അറുബോറൻ എപ്പിസോഡ് വെച്ചിട്ട് 11 മിനിറ്റ് വീഡിയോ ചെയ്യാറുണ്ട്, ചില്ലറ കാര്യമില്ല അല്ലേ. പോട്ടെ, ആരൊക്കെ നാളത്തെ പ്രൊമോ കണ്ടിട്ട് നോറ വരുന്നത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആരും വലിയ സംഭവമൊന്നുമില്ല. വെറുതെ ആ പാട്ട് പാടി അങ്ങോട്ട് നടക്കും. അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും നോറ പറഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ ആരാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അതാണ് പറഞ്ഞു എന്തിനു ചോദിക്കുക. ഇത് ആരാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്? ഐഡിയ പറഞ്ഞു കൊടുക്കുക. അവനെങ്ങനെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞാൽ അത്രയ്ക്ക് സ്ക്രിപ്റ്റ് വൈസ് കുബുദ്ധി നല്ലോണം ഉണ്ട് ഇപ്രാവശ്യം. കുബുദ്ധിൻ്റെ പക്ഷേ അതൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതൊന്നും അറിയാത്തവർക്ക് മുന്നിലേക്ക് എന്തെങ്കിലും കൊണ്ടിറക്കുകയാണെങ്കിൽ അത് അത്രയും വളിപ്പ് 80s 90s ഒന്നും പറയുന്നില്ല. അന്നൊക്കെ അത്രയും നല്ല സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആരാടാ അതൊക്കെ എഴുതുന്നത് ആലോചിച്ച് നോക്കുക. എന്ത് പക്ഷേ ഇനി അതൊക്കെ പോട്ടെ, ലാലേട്ടന് പിന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടതൊക്കെ. പക്ഷെ എന്നാലും ഒരു മനുഷ്യനൊരു ഒരു ഇത്രയും വലിയൊരു മഹാനടനെ വെച്ചിട്ട് ഈ വീക്കെൻഡിൽ ഇജ്ജായത്തെ കോമാളി ഇത്ര സ്ക്രിപ്റ്റ് എഴുതാൻ വേറെ പണി എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, ചാനൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരുതായിട്ട് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് ആരും പഠിക്കുന്നു വേണ്ട, നോറേൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ചുക്കുണ്ടായിട്ടില്ല. നാളെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, പ്രൊമോ കണ്ടിട്ട് ഒന്നും നോക്കാനില്ല കേട്ടോ. അതും കൂടി ഞാനോട് പറയട്ടെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇന്ന് ഒരു ദിവസം മാത്രമേ വിധു ഇല്ലാത്തുള്ളൂ. അപ്പോൾ വിധുവിനെ മിസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ദയവീത് മിസ് ചെയ്തു എന്നുള്ള കമൻറ്റ് ചെയ്യുക. അവരോട് പ്രത്യേകമായിട്ട് ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, മിസ് ചെയ്യുക. അത് പറയാൻ വേണ്ടിയിട്ടൊക്കെ അവൾ പറയുന്നുണ്ട്. അതൊന്നും പറയുന്നില്ലേ, എത്തി നോക്കുക അങ്ങോട്ട് അതൊന്നും പറയുന്നില്ല. ആ കയ്യൊക്കെ കണ്ടു, എന്നാൽ കയ്യുണ്ടോ? അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതാ കയ്യ്. ആയിക്കോട്ടെ, ഓക്കെ, ബൈ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.